നമസ്കാരം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത്. നിരവധി വേഷങ്ങൾ, മേക്ക് ഓവറുകളെല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ. മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് മഞ്ജു ചുവടുവെച്ചു കഴിഞ്ഞു. മഞ്ജു വാര്യരുടെ തിരിച്ചുവരവിന് ശേഷം ഞെട്ടുന്ന മാറ്റങ്ങളാണ് മഞ്ജുവിനുണ്ടായത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് യാത്രകളോടുള്ള സ്നേഹം. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇന്ന് മഞ്ജു. പുത്തൻ യാത്രയുടെ വിശേഷങ്ങളെല്ലാമായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത്. ഈ യാത്രയിൽ കൂടെയുള്ള ആളുകളെയും വീഡിയോയിൽ കാണിച്ചിരുന്നു. മകളായി മീനാക്ഷിയെ പോലെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു യാത്രയിൽ. ഇത് മീനാക്ഷിയാണോ എന്നായിരുന്നു വീഡിയോ കണ്ടവരുടെ സംശയം. അമ്മയും മകളും ഒന്നിച്ചോ എന്നായിരുന്നു ചോദ്യങ്ങൾ. മഞ്ജു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൂടെയുമായി ചിത്രങ്ങൾ മഞ്ജു പങ്കുവച്ചിട്ടുണ്ട്. നിമിഷനേരം കൊണ്ടായിരുന്നു ചിത്രങ്ങളെല്ലാം വൈറലായി മാറിയത്. സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് ചിത്രത്തിന് താഴെ സ്നേഹം അറിയിച്ചത്. ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ നടത്താറുണ്ട് മഞ്ജു. ഫാമിലിയായും ഫ്രണ്ട്സിനുമൊപ്പവുമുള്ള വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട്. അമ്മയെപ്പോലെ തന്നെ മകളായ മീനാക്ഷിയും സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട്. ഡാൻസ് വീഡിയോകൾ കാണുമ്പോൾ അമ്മയുമായുള്ള സാമ്യം ആരാധകർ പറയാറുണ്ട്. അമ്മയോട് മകളെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം മൗനമാണ് മറുപടി. വ്യക്തിജീവിതത്തിലും തികച്ചും സ്വകാര്യമായി തന്നെ ഇരിക്കട്ടെ എന്നാണ് പറയാറുള്ളത്. അത്തരം ചോദ്യങ്ങളോ മറുപടിയോ ഒന്നും വേണ്ടെന്ന നിലപാടാണ്. അതേസമയം 4 വർഷം കൊണ്ട് മഞ്ജു ഇൻഡസ്ട്രിയിൽ നേടിയെടുത്തതൊന്നും മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറന്നിട്ടില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അവർക്ക് തിരിച്ചുവരവിൽ ലഭിച്ച കയ്യടികളും സ്വീകരണവും. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം മഞ്ജു നായികയായി എത്തിയ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞാടിയിരുന്നു. പിന്നീട് ദിലീപിനെതിരെ വലിയ ആരോപണങ്ങൾ വരികയും നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ മൗനമായി കണ്ടു നിൽക്കുകയായിരുന്നു മഞ്ജു വാര്യർ. മകളായ മീനാക്ഷിയാവട്ടെ അച്ഛനായ ദിലീപിനൊപ്പമാണ്. ഒരിക്കൽ പോലും വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണത്തെപ്പറ്റി മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അഭിനയത്തിൽ മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുകയാണ് മഞ്ജു വാര്യർ. രണ്ടാം വരവിൽ ആർജിച്ച ഊർജ്ജം കുതിപ്പിന് ഇന്ധനമായതോടെ വമ്പൻ ചിത്രങ്ങളുടെ ഭാഗമാകാൻ അവർക്ക് സാധിച്ചിരുന്നു. തമിഴിൽ ഉൾപ്പെടെ വലിയ ചിത്രങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. സൂപ്പർ താരങ്ങളായ അജിത് കുമാർ, രജനീകാന്ത്, ധനുഷ്, വിജയ് സേതുപതി എന്നിങ്ങനെയുള്ള താരങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം. തന്റെ പുതിയ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ മഞ്ജു ഒട്ടും മടി കാണിക്കാറില്ല. ഇപ്പോഴത്തെ വിഷുവിന്റെ തലേന്ന് മഞ്ജു പങ്കുവച്ച ഒരു ഫോട്ടോ ആരാധകർ ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. ചെവിയിൽ പൂച്ചുകൂടി ചിരിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ തന്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. മിനിറ്റുകൾക്കകം ഫോട്ടോയും ക്യാപ്ഷനും ഉൾപ്പെടെ വൈറലായി. സന്തോഷം എന്നത് ഒരു തെരഞ്ഞെടുപ്പാണ് എന്നായിരുന്നു മഞ്ജു വാര്യരുടെ ക്യാപ്ഷൻ. ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഫോട്ടോ ഷെയർ ചെയ്യുന്നതും അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നതും. ഇന്ദ്രജിത് സുകുമാരൻ അടക്കമുള്ളവർ ചിത്രം ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ ആരാധകർ മഞ്ജുവിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു പോവാൻ മഞ്ജുവിന് കഴിയട്ടെ എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത്. എളുപ്പമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിന് നടത്തിയാൽ പിന്നെ ആർക്കും നിങ്ങളുടെ സന്തോഷം തടയാൻ കഴിയില്ലെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ എന്നായിരുന്നു മറ്റൊരു ആരാധികയുടെ കമന്റ്. വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മഞ്ജു സംസാരിക്കാറില്ല. തികച്ചും സ്വകാര്യമായിരിക്കട്ടെ അത് എന്നാണ് പറയാറുള്ളത്. വിവാഹമോചനത്തിനെക്കുറിച്ചോ മകളെക്കുറിച്ചോ വരുന്ന ചോദ്യങ്ങളിലൊന്നും വ്യക്തമായ മറുപടി ലഭിക്കാറുമില്ല. സന്തോഷം ഒരു തെരഞ്ഞെടുപ്പാണെന്ന ക്യാപ്ഷനോടെയായിരുന്നു മഞ്ജു പുത്തൻ ചിത്രങ്ങൾ പങ്കുവച്ചത്. ഹാപ്പി, ഹാപ്പിനെസ്, ചോയ്സ്, ഹീസ് യുവേഴ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം ചേർത്തിരുന്നു. ചിരിച്ച മുഖത്തോടെയായിരുന്നു ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തത്. ഈ ചിരിയും സന്തോഷവും എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നായിരുന്നു കമന്റുകൾ. അഭിനയിച്ച കഥാപാത്രങ്ങൾ മാത്രമല്ല മഞ്ജുവിന്റെ പേഴ്സണൽ ലൈഫും ക്യാരക്ടറുമെല്ലാം ആരാധകർക്ക് അറിയുന്നതാണ്. സിനിമയിൽ ഇല്ലാതെയായിരുന്ന സമയത്ത് പോലും ശക്തമായ പിന്തുണയായിരുന്നു ആരാധകർ നൽകിയത്. മകൾ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു മഞ്ജുവും ചുവടുവെച്ച് തുടങ്ങിയത്. യുവജനോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നൊരു കാലമുണ്ടായിരുന്നു മഞ്ജുവിന്. കുട്ടിക്കാലം മുതലേ ഡാൻസും പഠിച്ചിരുന്നു. വിവാഹത്തോടെയായിരുന്നു അഭിനയവും നൃത്തവുമെല്ലാം അവസാനിപ്പിച്ചത്. മകളുടെ നൃത്ത പഠനം മഞ്ജുവിന് തിരിച്ചുവരവിന് നിമിത്തമായി മാറുകയായിരുന്നു. സിനിമ വിട്ടാലും നൃത്തം കൂടെ കൂട്ടണമെന്ന് പറഞ്ഞ അച്ഛന്റെ വാക്കുകൾ നിറവേറ്റുകയായിരുന്നു മകൾ. ഗുരുവായൂരിലെ നൃത്ത പരിപാടി ഗംഭീരമായിരുന്നു. സിനിമയിലുള്ളവർ അടക്കം നിരവധി പേരായിരുന്നു പരിപാടി കാണാനെത്തിയത്. നിരവധി അവസരങ്ങളായിരുന്നു അതിനുശേഷം ലഭിച്ചത്. റോഷൻ ആൻഡ്രൂസ് ചിത്രമായ ഹൗ ഓൾഡ് ആർ യുവിലായിരുന്നു തിരിച്ചുവരവിലേക്ക് നയിച്ചത്. നിരുപമയായി മഞ്ജു ജീവിക്കുകയായിരുന്നു. നായിക പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ഭാഗമാകാൻ നടന്മാരിൽ പലരും മടിച്ചിരുന്നു. ചിലരൊക്കെ ഭീഷണി കാരണമാണ് ആ കഥാപാത്രം ചെയ്യാതിരുന്നത്. കുഞ്ചാക്കോ ബോബനായിരുന്നു സധൈര്യം ആ വേഷം ചെയ്തത്. അന്ന് തുടങ്ങിയ സൗഹൃദം ഇപ്പോഴും ഇരുവരും നിലനിർത്തുന്നുണ്ട്. തനിക്കും ഭീഷണികൾ വന്നിരുന്നുവെന്നും അതൊന്നും വകവയ്ക്കാതെയാണ് ചിത്രം സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഹൗ ഓൾഡ് ആർ യുവിന് ശേഷം എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് നടി രണ്ടാമത് അഭിനയിച്ചത്. ശേഷം നടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു. മഞ്ജുവിന്റെ വ്യക്തിജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. വളരെ ബാലിശമായ ആൾക്കാർ സങ്കല്പിച്ച് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അത് ഉദ്ദേശിച്ചാണ് ഇതെന്ന് പറയും. അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്ക് എടുക്കുമ്പോൾ പറ്റില്ല.
ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കലും ഉണ്ടാകും. അതില്ലെങ്കിൽ കഥയില്ലല്ലോ. എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോകരുത്. സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത്. അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ച് തന്നെയായിരുന്നു ഇരുന്നത്. അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കി. മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ സത്യൻ അന്തിക്കാടും അന്ന് സംസാരിച്ചിരുന്നു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിൻ്റേത് വലിയ ഇടവേളയായിരുന്നു. പക്ഷേ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല. അന്ന് മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത്. ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു. ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉണ്ടാകും. കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നെന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യൻ അന്തിക്കാട് തമാശയോടെ പറഞ്ഞു. മഞ്ജുവിന്റെ ജീവിതത്തിലെ ഇത് വേദനാജനകമായ അധ്യായമായിരുന്നു. അത് എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും സത്യൻ അന്തിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു. സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസിന് പ്രാധാന്യം തുടങ്ങിയത്. ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു. 46-ലും മഞ്ജുവിന് 20കളുടെ ചെറുപ്പം ഫിറ്റ്നസ്സുമാണെന്നുമാണ് ആരാധകർ പറയാറുള്ളത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപും കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. അടുത്തിടെ ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിക്കുന്നതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരുന്നു. ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം? ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ. അങ്ങനെ ഒരു സിനിമ വരട്ടെ, അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത്. ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജു വാര്യർ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാവുന്നുണ്ട്. കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപേട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട, സാരമില്ല, അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറഞ്ഞത്. വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല. മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അടുത്തിടെ മീനാക്ഷി MBBS പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു. അന്ന് ദിലീപും കാവ്യയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത്. മകളുടെ ബിരുദദാന ചടങ്ങിലും മഞ്ജുവിനെ കാണാത്തതിൽ ആരാധകർ വിഷമം പങ്കിട്ടിരുന്നു. മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത്. അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമെ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു. ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത്. മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ മീനാക്ഷി സിനിമയിലേക്ക് വരുന്നത് കാണണമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്നാൽ മീനാക്ഷി ഇതുവരെയും സിനിമ ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നാണ് വിവരം. അധികം സംസാരിക്കുന്ന പ്രതിത്തക്കാരിയല്ല മീനാക്ഷിയെന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും ഒരു അഭിമുഖത്തിന് പോലും മീനാക്ഷി ഒരു മുഖം കൊടുത്തിട്ടില്ല. മാത്രമല്ല യൂട്യൂബ് ചാനലുകാരുടെ ചോദ്യങ്ങളോടും ഒന്നും മീനാക്ഷി പ്രതികരിക്കാറില്ല. ദിലീപ് കാവ്യ വിവാഹ സമയത്താണ് മീനാക്ഷി അവസാനമായി മാധ്യമങ്ങളോട് സംസാരിച്ചത്.